ഇഫ് 12 പേരുടെ കൂട്ടായ്മയാണ്. സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങൾ 12 കാഴ്ചപ്പാടുകളിലായി അവർ അടയാളപ്പെടുത്തുകയാണ്. എത്രയൊക്കെ നേടിയാലും മരിച്ചാൽ നീ വെറും ചലനമറ്റ ശരീരമെന്ന വെങ്കലത്തിൽ തീർത്ത കടാവർ. സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട മനുഷ്യൻ. കാഴ്ചകൾ ഒരുപാടുണ്ട് ഇഫിൽ കണ്ടെടുക്കാൻ. ആ ഈഫ് എന്നുള്ള വാക്കുപോലെ തന്നെ അതൊരു പറഞ്ഞ് അവസാനിപ്പിക്കലൊന്നുമല്ല, അങ്ങനെ തുറന്നു പോരുന്ന ഒരു കാഴ്ച പോലെ തോന്നി. നമ്മൾ ഷോ കണ്ടിറങ്ങുമ്പോഴും ആ കാഴ്ച അവസാനിക്കാത്ത പോലെ നമ്മളുടെ റിപ്പിൾ ഉണ്ടാക്കുന്ന പോലെ ഒരു ഫീല് കിട്ടി മൊത്തത്തിൽ ഷോ കണ്ട സമയത്ത്. അതേപോലെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർഡറിൽ പോയി കാണാൻ പറ്റുമെന്നല്ല, അങ്ങനെ പോയി കറങ്ങി തിരിങ്ങി അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഒരു രീതി ഭയങ്കര രസം തോന്നി. ഒരു ഭയങ്കര സുന്ദരമായ കാഴ്ച കണ്ടിറങ്ങണ ഒരു അനുഭൂതിയല്ല ഇന്ന് കിട്ടുന്നത്. നമ്മുടെ നോട്ടത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യമാവുന്ന കുറേ കാഴ്ചകളുള്ള പോലെ തോന്നി. ഓരോ കലാസൃഷ്ടികളും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും ദർശനവും അപൂർവ അനുഭവങ്ങൾ തന്നെയാണ്. അല്ലെ, കലാപഠനത്തിൻ്റെ ഒരു തുടക്കകാലത്ത് തന്നെ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത സുഹൃത്തുക്കളുടെ ഒരു കൂട്ടമാണ്. പല ആശയങ്ങളിലും വിവിധ എന്താ പറയുക പ്രാദേശിക അല്ലെങ്കിൽ ഭൂമികകളിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന, പരിസരങ്ങളിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. 12 പേരുടെയും വർക്കുകൾ 12 രീതികളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. ഇമേജുകളുടെ അതിപ്രസരത്തിൽ നിന്ന് മനുഷ്യരെ മണ്ണിലുറപ്പിച്ചു നിർത്തുന്ന പെയിന്റിങ്ങുകളും നമുക്കിവിടെ കണ്ടെത്താം. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു ഷോ. എനിക്ക് പ്രത്യേകിച്ച് മീഡിയത്തിനെ പറ്റിയിട്ടാണ് നന്നായിട്ട് തോന്നിയത്. നല്ലൊരു എക്സിബിഷനാണ്, എല്ലാവരും ഒന്ന് കാണുക. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെ നമ്മുടെ കൊച്ചിയിലെ ദർബാർ ഹാൾ ആർട്ട് സെൻറ്ററിൽ ഡി ഗാലറിയിൽ നമ്മളെ ഷോ ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടം 12 ആർട്ടിസ്റ്റുമാരുടെ അവരുടെ ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനം ഇവിടെ നടക്കുകയാണ്. അപ്പം ഇവിടെ പല തലത്തിലുള്ള ആർട്ടിസ്റ്റുമാരുടെ അവരുടെ പെയിൻറ്റിങ്സ്, അവരുടെ വ്യത്യസ്ത മീഡിയത്തിലെ ശില്പങ്ങൾ, അപ്പോൾ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിൽ കാണിക്കാനുള്ളൊരു ചെറിയ ശ്രമമാണ് ഈ 12 സുഹൃത്തുക്കളുടെ ഇവിടെ നടക്കുന്നത്. 12 കലാകാരന്മാരുടെ 12ഓളം വ്യത്യസ്തമായ ആശയങ്ങളാണ് ദർബാർ ഹാളിലെ ഈ ആർട്ട് ഗാലറിയിൽ വിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്തി ഈ കാഴ്ചകൾ കണ്ട് മടങ്ങുമ്പോൾ നമുക്ക് സമ്മാനിക്കുക വിവിധങ്ങളായ ചിന്തകളാണ്. ഇവിടെ എത്താം, ഈ കാഴ്ചകൾ കാണാം, കണ്ടു മടങ്ങാം. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എല്ലാ കലാകാരന്മാരായ ചെറുപ്പക്കാർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം മാതൃഭൂമി ന്യൂസിനൊരു സന്തോഷം കൂടിയ കൂട്ടത്തിലുണ്ട്. നമ്മുടെ സീനിയർ വീഡിയോ എഡിറ്ററായ മുകേഷിൻ്റെ സഹോദരനാണ് സംസാരിച്ചത്. ഏറ്റവും ഒടുവിലായി രമേശ് രാമൻ. ആ ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് വിശദാംശങ്ങളുമായി ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് കേട്ടോ. ശ്യാം, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ പ്രേക്ഷകരോട് പറയുമായിരുന്നു മാതൃഭൂമിക്ക് അക്കൂട്ടത്തിലുള്ളൊരു സന്തോഷത്തെക്കുറിച്ച് കൂടി. ഏതായാലും എല്ലാ ചെറുപ്പക്കാരുടെയും കലാസൃഷ്ടികൾ വളരെ മികച്ചതാണ്. ഒപ്പം അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ശില്പങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള മാധ്യമങ്ങൾ, അതും വളരെ ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. ശ്യാംപ്രസാദ് പറയൂ. എറണാകുളം ദർബാർ ഹാളിൽ ഇന്നലെയാണ് ഈ ചിത്രപ്രദർശനം ആരംഭിച്ചത്. ചിത്രപ്രദർശനം മാർച്ച് മാസം 3-ാം തീയതി വരെയാണ്. 12 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ഇഫ്. ആ ഇഫിൻ്റെ നേതൃത്വത്തിൽ 12 ആശയങ്ങൾ ഒരു ഇടത്ത് സമന്വയിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവർ ഈ പെയിൻറ്റിങ്ങുകളും ചിത്രങ്ങളുമൊക്കെ ഒരുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മീഡിയങ്ങൾ, അതിലും പല പല വ്യത്യസ്തതകളുണ്ട്. വെങ്കലമുണ്ട്, സെറാമിക് ഉണ്ട്, കാർഡ്ബോർഡുകളുണ്ട്. അങ്ങനെ ഒരുപാട് നവ്യ അനുഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു പൂർവ്വകാലത്തിലേക്ക് പോകാൻ പറ്റും. ഈ കാലഘട്ടത്തിലെ സമകാലിക വിഷയങ്ങൾ അടക്കം അങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയവും സംസ്കാരവും ഒക്കെ ഇതിനകത്ത് ഇടകലർന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മികച്ച ഒരു ചിത്ര പ്രദർശനം എന്ന് ഇതിനെ നമുക്ക് ഒറ്റയടി വിശേഷിപ്പിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ളതാണ് ഈ 12 പേരുടെ ആശയങ്ങൾ ഒരിടത്ത് എത്തിച്ചേരുമ്പോൾ അതിൽ പല പല വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കണ്ടു മടങ്ങാൻ കഴിയും. നമ്മൾ തിരികെ പോകുമ്പോൾ നമുക്ക് ഈ ചിത്രങ്ങൾ ഒരുപാട് നമ്മോട് സംസാരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ വ്യത്യസ്തതകൾ അതിനുള്ളിലുണ്ട് എന്നതാണ്. ഇതിൽ നമുക്കൊരു പ്രത്യേക സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭൂമി ന്യൂസിലെ സ്വിച്ചറായിട്ടുള്ള മുകേഷ് ചേട്ടൻ്റെ അനുജൻ ഈ ചിത്രപ്രദർശനത്തിൻ്റെ ഭാഗമാണ്, രമേശ് രാമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമൊക്കെ ഇതിനകത്തുണ്ട്, സർഗ്ഗശേഷികൾ ഉണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വ്യത്യസ്തമായ 12 പേരുടെ ഈ ഒരു സർഗ്ഗശേഷി
ഈ മാർച്ച് 3 വരെ എറണാകുളം ദർബാർ ഹാളിലാണ്. രാവിലെ 11 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിലുള്ള ആളുകൾക്കും മറ്റുമൊക്കെ ഇവിടെ എത്തി ഈ ഒരു കലാപ്രദർശനം കണ്ട് മടങ്ങി പോകാവുന്നതാണ്. മികച്ച തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്നതാണ് ഇത്തരത്തിൽ കലാപ്രദർശനങ്ങൾ.